ഹായ് സ്റ്റുഡൻസ്, ക്രിയേറ്റിംഗ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കോർ പാർട്ട് മാത്രമാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യണത്. അതായത് തൊട്ട് മുന്നത്തെ വീഡിയോസിൽ ആ പ്രോഗ്രാമൊക്കെ ഓൾറെഡി ഞാൻ ജസ്റ്റ് പറഞ്ഞു. പക്ഷേ നമ്മൾ ക്രിയേറ്റ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് കൺട്രോൾ വരുന്നു. ഓക്കെ, അങ്ങനെ ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് കൺട്രോൾ വന്ന് ഫംഗ്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ആ കോഡ് ഞാൻ അവിടെ എഴുതുന്നില്ല. ന്യൂ നോഡ്, സ്ട്രക്ട് നോഡ് ഓഫ് സ്റ്റാർ ന്യൂ നോഡും സ്ട്രക്ട് നോഡ് ഓഫ് PTRും ഡിക്ലെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഇൻറ്റ് നം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. പിന്നെ അതിൽ പറയുന്നുണ്ട് പ്രിൻറ്റ് -1 എൻ്റർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഡ് ദ ലിസ്റ്റ്, ലാസ്റ്റ് എലമെൻ്റ് ആക്കാൻ വേണ്ടി -1. അത്രയും ഡീറ്റെയിൽസ് ഞാനിവിടെ എഴുതുന്നില്ല. ഐ എം എക്സ്പ്ലെയിനിങ് ഫ്രം ദി വൈൽ ലൂപ്പ് എന്നാണ് എൻ്റർ ചെയ്യുന്നത്. അതായത് പ്രിൻറ്റ് എൻ്റർ ദ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആംബസൻ നം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റിനെ റീഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കോഡായ വൈൽ ലൂപ്പ് മുതലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡാറ്റ എൻ്റർ ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ഈക്വൽ ടു നൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിൽ ഒന്നുമില്ല. നമ്മുടെ സ്റ്റാർട്ട് എങ്ങനെ ഉണ്ടായിരിക്കുക? ഇങ്ങനെ ഇതേമാതിരി ഉണ്ടാവും. സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിൻ്റർ, ആ പോയിൻ്ററിൽ എന്തായിരിക്കും വാല്യൂ? നള്ളായിരിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് പോയിൻ്റർ ഇരിക്കുന്നത്. സോ നമ്മളൊരു ഡാറ്റ എൻ്റർ ചെയ്തു. നം എൻ്റർ ചെയ്യുമ്പോൾ ഞാൻ 10 ആണ് കീബോർഡിൽ അടിച്ചത്. അപ്പോൾ നമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ 10 ആണ്. ഇവിടെ ചെക്ക് ചെയ്യാണ് നം നോട്ട് ഈക്വൽ ടു -1. നം നോട്ട് ഈക്വൽ ടു മൈനസ് ആണെങ്കിൽ മാത്രമാണ് വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കുള്ളൂ. -1 ആണെങ്കിൽ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് ദ ലാസ്റ്റ് നോഡ്. ഇത് നമ്മുടെ ഈ കേസിൽ ഫസ്റ്റ് നോഡാണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 10 ഹിയർ? നം ഹിയർ 10 ആയതുകൊണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് കടന്ന ശേഷം നമ്മൾ പറഞ്ഞു ക്രിയേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റിലെ പുതിയൊരു നോഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ MLOC എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇത് MLOC.h ഈ ഫംഗ്ഷൻ ഉള്ളത്. അതുകൊണ്ടാണ് MLOC.h ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് എന്താ ചെയ്തിട്ടുള്ളത്? ന്യൂ നോഡിനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യാണ്. സോ എങ്ങനെ എഴുതണം? ന്യൂ നോഡ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ന്യൂ നോഡാണ്. ആ ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു എത്ര സൈസുള്ള മെമ്മറി വേണം? സ്ട്രക്ട് നോഡിൻ്റെ സൈസ് വേണം. ഇത് സൈസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. എന്നിട്ട് MLOC എന്ന് പറഞ്ഞത് ബ്രേസിൽ കൊടുക്കുക. എത്ര ടൈപ്പ്? സ്ട്രക്ട് നോഡ് സ്റ്റാർ. സോ ഇതാണ് ഇതിൻ്റെ സിൻടാക്സിനനുസരിച്ചാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ നോഡ് എന്ന് പറഞ്ഞിട്ട് മെമ്മറിയിൽ എന്തുണ്ടാവും? ഒരു പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പേരാണ് ന്യൂ നോഡ്. മെമ്മറിയിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ സ്പേസ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ കോഡ് എഴുതുന്നത്. നെക്സ്റ്റ് അടുത്തത് എന്താ ചെയ്യേണ്ടത്? ന്യൂ നോഡ് ഓഫ് ഡേറ്റ ഈസ് ഈക്വൽ ടു നം. നമ്മിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? 10 ആണ്. ഇതാണ് നമ്മൾ വരച്ചിട്ടുള്ള ന്യൂ നോഡ്. സോ 10 എൻ്റർ ചെയ്തു. 10 എൻ്റർ ചെയ്തപ്പോൾ എന്തായി? നം നോട്ട് ഈക്വൽ ടു -1. 10 -1 അല്ല, അതുകൊണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MLOC ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ കോഡ് ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു സ്ട്രക്ട് നോഡ് സ്റ്റാർ MLOC സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്ന് പറയുമ്പോൾ മെമ്മറിയിൽ എന്തുണ്ടാവും? ഒരു ന്യൂ നോഡ് ഇതുമാതിരി ക്രിയേറ്റഡ് ആവും. അതിനുശേഷം എന്താ ഉണ്ടാവുന്നത്? ന്യൂ നോഡ് ഓഫ് ഡേറ്റ ഈസ് ഈക്വൽ ടു നം. നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ആയ 10 ന്യൂ നോഡിൻ്റെ ഡാറ്റ പാർട്ടിലേക്ക് പോകുന്നു. അതായത് ഡാറ്റ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ അവിടെ 10 സ്റ്റോർ ആവുന്നു. സോ ന്യൂ നോഡ് എന്ന് പറയുന്നത് മെമ്മറിയിൽ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്തു. നോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അവിടെ വരുന്നത് 2 കേസസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് അങ്ങനെ വേണം കേട്ടോ ഇതിൻ്റെ പ്രോഗ്രാം പഠിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിലെ ഒന്നും ഉണ്ടായിരിക്കില്ല. ലിങ്ക്ഡ് ലിസ്റ്റ് empty ആയിരിക്കും. സോ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത നോഡാണ് എത്രാമത്തെ നോഡ്? ആദ്യത്തെ നോഡ്. ഓക്കെ, അതായത് ലിങ്ക്ഡ് ലിസ്റ്റ് empty ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത നോഡാണ് ഫസ്റ്റ് നോഡ്. സോ ആ ഒരു പാർട്ടാണ് ഇവിടെ കോഡായിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് ഫസ്റ്റ് നോഡ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇഫ് പാർട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഏത് പാർട്ടാണ് വർക്ക് ചെയ്യുക? എൽസ് പാർട്ടാണ് വർക്ക് ചെയ്യുക.
സോ ഫസ്റ്റ് നോഡ് ആണെന്നുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിൽ എന്തായിരിക്കും, നള്ളായിരിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം ഫസ്റ്റ് നോഡ് ആണോ എന്ന്. ഫസ്റ്റ് നോഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു നൾ. അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റാർട്ട് നള്ളാണോ, അതിൽ വേറെ നോഡൊന്നും ഇല്ലേ എന്നാണ് ചെക്ക് ചെയ്യണത്. വേറെ നോഡൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സ്റ്റാർട്ട് നള്ളാണ്. ഇപ്പം ക്രിയേറ്റ് ചെയ്ത നോഡാണ് ന്യൂ നോഡ്. ഓക്കെ, അപ്പോൾ എഴുതേണ്ട കോഡ് ഈ ഇഫിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതും. സി, സ്റ്റാർട്ട് നള്ളാണോ എന്ന് എങ്ങനെ നോക്കുക? ഇവിടെയാണ് നമ്മൾ കോഡ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള സ്റ്റാർട്ട് നള്ളാണ്. ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ സ്റ്റാർട്ട് നള്ളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സോ കണ്ടീഷൻ ട്രൂ അല്ലേ? ഇഫിൻ്റെ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് എവിടേക്ക് കിടക്കും? ഇഫിൻ്റെ ഉള്ളിലോട്ട് കിടക്കും. ഇനി എൽസ് പാർട്ട് വർക്ക് ചെയ്യോ? ഈ പാർട്ട് വർക്ക് ചെയ്യോ? ഇല്ല. കാരണം ഇഫ് എൽസിലെ ഏതെങ്കിലും ഒരു പാർട്ടാണ് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡാണ് ഫസ്റ്റ് നോഡ് എന്ന്. സോ എന്ത് ചെയ്യണം? ഇനി എങ്ങനെയാണ് ലിങ്ക് ഉണ്ടാക്കേണ്ടത്? ഈ കോഡ് എഴുതുന്നതിന് മുന്നേ ഇവിടേക്ക് നോക്കാം. ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നമ്മളുടെ ലിങ്ക്ഡ് ലിസ്റ്റ് അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സ്റ്റാർട്ടിലെ നള്ളിലേക്ക് കൊടുക്കുകയാണ്, ന്യൂ നോഡ് ഇങ്ങനെ കിടക്കുകയാണ്. ഇവർ തമ്മിലൊരു കണക്ഷൻ ഇല്ല. അപ്പം നമ്മൾ ഇവർ തമ്മിൽ കണക്ഷൻ വരുത്തണം. സോ ഫസ്റ്റ് നമുക്ക് നോർമലി ലോജിക്കലി എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഈ ഡയഗ്രാം ഞാൻ മാറ്റി വരയ്ക്കുന്നില്ല, പകരം ഒന്നും കൂടെ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇതാണ് സ്റ്റാർട്ട് എന്താണ്? നള്ളിലേക്ക് കൊടുത്തു. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡ്. ഓക്കെ, ന്യൂ നോഡിൻ്റെ ഡാറ്റ പാർട്ടിൽ 10 കൊടുത്തു. ഇത്രയാണ് ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലുള്ളത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ന്യൂ നോഡാണ്. ഇതാണ് ഫസ്റ്റ് നോഡ് ആക്കി വെക്കേണ്ടത്. ഇത് ഫസ്റ്റ് നോഡ് ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഡയഗ്രാം നോക്കി നമുക്ക് പറയാലോ. ഇത് ഫസ്റ്റ് നോഡ് ആക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് എങ്ങോട്ട് പോയിന്റ് ചെയ്യണം? ഫസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യണം. സ്റ്റാർട്ടിനുള്ളിലേക്കല്ലേ പോയിന്റ് ചെയ്യണത്. സോ സ്റ്റാർട്ട് എവിടേക്കാണ് പോയിന്റ് ചെയ്യേണ്ടത്? സ്റ്റാർട്ട് പോയിന്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് നോഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡിലേക്ക് സ്റ്റാർട്ട് പോയിന്റ് ചെയ്യണം. പിന്നെ എന്താ വേണ്ടത്? ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പം നമ്മളുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരേ ഒരു എലമെൻ്റ് ഉള്ളൂ, എലമെൻറ്റിൻ്റെ നോഡിൻ്റെ. ദിസ് ഈസ് ദ ലാസ്റ്റ് നോഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട്, ഇത് ഡേറ്റ പാർട്ടാണ്, ഇത് നെക്സ്റ്റ് പാർട്ട്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്താക്കി വെക്കണം? നള്ളാക്കി വെക്കണം. ഓക്കെ, സോ സ്റ്റാർട്ട് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇത് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് നള്ളിലേക്കല്ല ഇപ്പം പോയിന്റ് ചെയ്യേണ്ടത്, പകരം സ്റ്റാർട്ടിനെ ന്യൂ നോഡിലോട്ട് പോയിന്റ് ചെയ്യണം. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു നോഡ്, അതായത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന നോഡിനെ ലിങ്ക്ഡ് ലിസ്റ്റുമായിട്ട് കണക്ട് ചെയ്തു. സോ ഈ ഡയഗ്രാം ഒന്നും കൂടി വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? സ്റ്റാർട്ട് 10 നൾ. സി, ഇതാണ് നമ്മുടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലിങ്ക്ഡ് ലിസ്റ്റ്. സ്റ്റാർട്ട് എവിടേക്ക് പോയിന്റ് ചെയ്തു? ന്യൂ നോഡിലേക്ക്. അതിലെ ഡാറ്റയിൽ 10 ഉണ്ട്, അതിന് നെക്സ്റ്റ് നള്ള്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ലിങ്ക് കണക്ഷൻ, ഇതാണ് നമ്മുടെ റിസൾട്ട് വേണ്ടത്. പക്ഷെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. സോ എന്താണ് നമ്മൾ കോഡ് എഴുതേണ്ടത്? ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സ്റ്റാർട്ട് എവിടേക്ക് പോയിന്റ് ചെയ്യണം? സ്റ്റാർട്ട് ന്യൂ നോഡിലേക്ക് പോയിന്റ് ചെയ്യണം. ന്യൂ നോഡിന്റെ നെക്സ്റ്റ് നള്ളിലേക്ക് പോയിന്റ് ചെയ്യണം. രണ്ട് കോഡാണ് നമ്മൾ എഴുതണ്ടോ. സോ ഇഫിൻ്റെ ഉള്ളിൽ എന്താ എഴുതേണ്ടത്? ന്യൂ നോഡ് ഓഫ് നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു നൾ. അതായത് ന്യൂ നോഡിന്റെ നെക്സ്റ്റിലേക്ക് എന്ത് കൊടുത്തു? നള്ള് കൊടുത്തു. സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്. സ്റ്റാർട്ട് എന്ത് കൊടുത്തു? ന്യൂ നോഡ് ആക്കി കൊടുത്തു. അപ്പൊ എന്താ ഉണ്ടായത്? നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് ഇപ്പം ഇങ്ങനെയായി. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഈ രണ്ട് കോഡ് കിട്ടിയതെന്ന് മനസ്സിലായോ? സോ ഈ ഭാഗം ഇഫിന്റെ പാർട്ട് ഞാൻ ഒന്നും കൂടി പറയാം. ഫസ്റ്റ് നമ്മൾ നോഡ് MLOC ഫംഗ്ഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തു. ന്യൂ നോഡിന്റെ ഡാറ്റയിലോട്ട് നമ്മൾ റീഡ് ചെയ്ത നമ്പർ കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇഫ് സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ. അതായത് ഇതൊരു ഫസ്റ്റ് എലമെന്റ് ആണോ എന്ന് അറിയാനാ. ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂ നോഡിന്റെ നെക്സ്റ്റിൽ നള്ള് കൊടുക്കുക. സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്. എൽസ് പാർട്ട് വർക്ക് ചെയ്യില്ല. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് എൻ്റർ ദ ഡാറ്റ. ഈ ഭാഗത്താണ് വീണ്ടും കൺട്രോൾ പോവുക. അപ്പം നമ്മൾ വീണ്ടും ഒരു ഡാറ്റനെ എൻ്റർ ചെയ്തു. അതെന്താണ്? 20 ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താ? നമ്മുടെ വൈൽ ലൂപ്പാണ്. സോ ഇവിടുന്ന് നേരെ വൈൽ ലൂപ്പിലോട്ടാണ് കൺട്രോൾ പോവുക. ഇപ്പോൾ ഇവിടെ നമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 20.
20 നോട്ട് ഈക്വൽ ടു -1, സോളിലോട്ട് കടന്നു. ന്യൂ നോഡ് ഓഫ് സ്ട്രക്ട് നോഡ് സ്റ്റാർ MLOC സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. ഇപ്പം എന്തുണ്ടായി? ന്യൂ നോഡിനെ മെമ്മറിയിൽ പുതിയൊരു സ്ഥലം ഉണ്ടാക്കി. സോ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ഇത്. 10 ഇങ്ങനെയാണ് ഇപ്പം ഇരിക്കുന്നത്. അടുത്ത് നമ്മൾ 20 എൻ്റർ ചെയ്തപ്പോൾ അടുത്ത ന്യൂ നോഡ് ഉണ്ടാക്കുകയാണ്. എന്താ അതിൻ്റെ പേര്? ന്യൂ നോഡ് എന്ന് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ എന്താ കൊടുത്തത്? ന്യൂ നോഡ് ഓഫ് ഡേറ്റ ഈസ് ഈക്വൽ ടു 10. അതായത് ന്യൂ നോഡിൻ്റെ ഡാറ്റ പാർട്ടിലെ നമ്മ കൊടുക്കൂ. ഇപ്പോഴത്തെ നമ്മ എത്രയാണ്? 20 ആണ്. എന്നിട്ട് വീണ്ടും ഈ സ്റ്റാർട്ട് ഈക്വൽ ടു നള്ളാണോ നോക്കി. അതായത് ഫസ്റ്റ് എലമെന്റ് ആണോ എന്ന്. അപ്പം നമുക്കറിയാം ഫസ്റ്റ് എലമെന്റ് അല്ലാന്ന്, പക്ഷെ കോഡ് അറിയില്ലല്ലോ. സോ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ എന്താ? സ്റ്റാർട്ട് നള്ളാണോ? അല്ല. സോ ഇഫ് പാർട്ട് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യോ? ഇഫ് പാർട്ട് വർക്ക് ചെയ്യില്ല. പകരം എങ്ങോട്ടാ കൺട്രോൾ പോവുക? എൽസ് പാർട്ടിലേക്കാണ് ഇപ്രാവശ്യം കൺട്രോൾ പോവുക. കാരണം രണ്ടാമത്തെ നോഡാ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഒരിക്കലും ഈ ഇഫ് പാർട്ട് വർക്ക് ചെയ്യില്ല. കാരണം എന്താ? ആദ്യത്തെ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇഫ് പാർട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി എല്ലായ്പ്പോഴും എൽസിലേക്കാണ് കൺട്രോൾ പോവുക. സോ എൽസിലെത്തിയിട്ടോ. എൽസ് പാർട്ടിലെ നമ്മളിതാ ഈ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം PTR എന്ന് പറഞ്ഞിട്ടൊരു ഡമ്മി വേരിയബിൾ ഉപയോഗിക്കും. PTR ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? നമുക്ക് ന്യൂ നോഡിനെ ക്രിയേറ്റ് ചെയ്ത് എൻഡിലാണ് ചേർക്കേണ്ടത് അല്ലേ? സോ എൻഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പോയിന്റർ വേണം. അതിനാണ് PTR യൂസ് ചെയ്യുക. സോ എന്ത് ചെയ്തു? നമ്മുടെ പ്രോഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു PTR എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ, അത് എവിടേക്കാണ് പോയിന്റ് ചെയ്തത്? സ്റ്റാർട്ട് എവിടേക്കാണോ പോയിന്റ് ചെയ്ത് അവിടേക്ക് PTRനെ പോയിന്റ് ചെയ്ത് വെച്ചു. സോ നമ്മുടെ കോഡ് ഇവിടെയാണ്. PTR ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട് കൊടുത്തു. ഒപ്പം ഡയഗ്രത്തിൽ PTR ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട് വരച്ചു. നെക്സ്റ്റ് വൈൽ PTR ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. മാഞ്ഞു പോയതാണ്. വൈൽ PTR ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. എന്താ ചെക്ക് ചെയ്യുന്നത്? PTRന്റെ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ ആണെന്നുണ്ടെങ്കിൽ PTRനെ ഇൻക്രിമെന്റ് ചെയ്യണം. ഈ കോഡ് എന്തിനുള്ളതാണ്? അൽഗോരിതം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതെന്തിനുള്ളതാണ്? ലാസ്റ്റ് നോഡിൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈൽ PTR ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുക കേട്ടോ. PTR ഇതാണ്. PTRന്റെ നെക്സ്റ്റ് എന്ന് പറയുന്ന പാർട്ട് ഇതാണ്. PTRന്റെ നെക്സ്റ്റ് നൾ നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ മാത്രം ഉള്ളിക്ക് കിടക്കണ്ടു. ഇതെന്താണ്? ഇത് ഈക്വൽ ടു നള്ളാണ്. ബിക്കോസ് ഈ ലിങ്ക്ഡ് ലിസ്റ്റിലെ ഒരേ ഒരു എലമെന്റേ ഉള്ളൂ. സോ ഫസ്റ്റ് നോഡും ലാസ്റ്റ് നോഡും ഒന്ന് തന്നെയാണ്. സോ നമുക്ക് പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇവിടെ തന്നെയാണ്. ഇനി അങ്ങോട്ട് മൂവ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഈ വൈൽ ലൂപ്പിന്റെ ഉള്ളിലോട്ട് കടക്കുമോ? കണ്ടീഷൻ ഫാൾസ് ആണ്. കാരണം PTR ഓഫ് നെക്സ്റ്റ് ഈക്വൽ ടു നള്ളാണ്. സോ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ട്രാവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കോഡില്ലേ, ഇത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പൊ ഇതാണ് നമ്മുടെ വൈയിലെ ഈ ഭാഗം എക്സിക്യൂട്ട് ചെയ്യാതെ ഇവിടെ നിന്നും കൺട്രോൾ എങ്ങോട്ട് പോവും? ഇതിലോട്ട് പോവും. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? PTR ഓഫ് നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്. അതായത് നമ്മൾ കണ്ടെത്തി എവിടെയാണ് പുതിയൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. ഇതാണ് PTR. ഈ PTRന്റെ നെക്സ്റ്റിലെ ഇവിടെയാണ് ന്യൂ നോഡിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നള്ളായിരുന്നു. അപ്പൊ PTR ഓഫ് നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ഷൻ കൊടുത്തു. ഇപ്പൊ PTRന്റെ നെക്സ്റ്റിലെ ന്യൂ നോഡിന് കണക്ഷൻ കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ന്യൂ നോഡിന്റെ നെക്സ്റ്റിലെ നള്ള് കൊടുക്കണം. സോ നമ്മുടെ ഡയഗ്രം ഒന്ന് ഒതുക്കി വരച്ചു കഴിഞ്ഞാല് എങ്ങനെയായി മാറി? സ്റ്റാർട്ട് 10 20 നൾ. സി നമ്മുടെ ലിങ്ക് ലിസ്റ്റ് ഇപ്പം എന്തായി മാറി? സ്റ്റാർട്ട് 10 20 നൾ ഇങ്ങനെയായിട്ട് മാറി. ഈ രണ്ട് ലിങ്ക് കൊടുത്തപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിക്കാം. വൈൽ PTR ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളാണോ എന്ന് നോക്കി. PTR ഓഫ് നെക്സ്റ്റ് നള്ളായിരുന്നു. കാരണം ഇവിടെ ഒരേ ഒരു കോഡേ ഉള്ളൂ. സോ ഇവിടെ കണ്ടീഷൻ തെറ്റി. നേരെ കൺട്രോൾ എവിടേക്ക് വന്നു? PTR ഓഫ് നെക്സ്റ്റിലേക്ക് ന്യൂ നോഡിനെ കൊടുത്തു. ദാറ്റ് മീൻസ് ഇതാണ് PTR ഉണ്ടായിരുന്നത്. PTRന്റെ നെക്സ്റ്റിലേക്ക് ന്യൂ നോഡ് കൊടുത്തു. അടുത്തത് നോക്കൂ. ന്യൂ നോഡിന്റെ നെക്സ്റ്റിലേക്ക് നള്ള് കൊടുത്തു. കാരണം ലാസ്റ്റ് നോഡ് എപ്പോഴും നള്ളാക്കി സെറ്റ് ചെയ്യണ്ടേ. ഇതായിരുന്നു ന്യൂ നോഡ്. ന്യൂ നോഡിന്റെ നെക്സ്റ്റിലേക്ക് എന്ത് കൊടുത്തു? നള്ള് കൊടുത്തു. ഇതിനെ ഞാൻ ഒന്ന് റീഡ്രോ ചെയ്തപ്പോൾ ഡയഗ്രാം ഇങ്ങനെയായി. സോ എൽസ് പാർട്ട് ക്ലോസ് ചെയ്തു. വീണ്ടും ചോദിക്കുകയാണ് എൻ്റർ ദ ഡാറ്റ. ഡാറ്റ ഞാൻ എൻ്റർ ചെയ്തു. എന്താണ് ഡാറ്റ? 30.
സോ വൈൽ ലൂപ്പ് ആയതുകൊണ്ട് ഇവിടുന്ന് നേരെ ഇതാ കൺട്രോൾ പോയി ഇവിടെ എത്തി. നമ്മിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 30 ആണ്. -1 ആണെങ്കിലാണ് വൈലിൽ നിന്ന് എക്സിറ്റ് ആവുള്ളൂ. സോ ലൂപ്പിന്റെ ഉള്ളിലേക്ക് കടന്നു. ന്യൂ നോഡ് എന്ന് പറഞ്ഞിട്ട് MLOC ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് കുറച്ച് സ്പേസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, സോ സ്പേസ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ എന്താണ്ടായി? പുതിയൊരു നോഡ് ഇവിടെ ഉണ്ടായി. അതിന്റെ പേരെന്താ? ന്യൂ നോഡ്. 2 പാർട്ടുണ്ട്, ഡാറ്റ, നെക്സ്റ്റ്, ഇങ്ങനെ ഉണ്ടായി. ഓക്കെ, ഇനി അടുത്തത് ന്യൂ നോഡ് ഓഫ് ഡാറ്റ ഈസ് ഈക്വൽ ടു നം. നമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാ? 30 ആണ്. സോ ഇവിടെ 30 കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇഫ് പാർട്ട് വർക്ക് ചെയ്യോ? ഇഫ് സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ വർക്ക് ചെയ്യോ? വർക്ക് ചെയ്യില്ല. കാരണം മിസ് പറഞ്ഞായിരുന്നു ആദ്യത്തെ നോഡ് ക്രിയേഷനിൽ ആദ്യത്തെ ഭാഗം മാത്രമേ ഇഫ് വർക്ക് ചെയ്യുള്ളൂ. കാരണം എന്താ? സ്റ്റാർട്ട് നള്ളല്ല, സ്റ്റാർട്ടിൽ ഓൾറെഡി ഒരു നോഡ് ഉണ്ട്. സോ ഇഫ് പാർട്ടിലേക്ക് കൺട്രോൾ പോവാതെ നേരെ എൽസ് പാർട്ടിലോട്ട് പോവും. അവിടെ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ഒരു PTRനെ സെറ്റ് ചെയ്തു. എന്താ സെറ്റ് ചെയ്ത്? PTR സ്റ്റാർട്ട് എവിടേക്കാണോ പോയിന്റ് ചെയ്യണത് അവിടേക്ക് PTR പോയിന്റ് ചെയ്തു. എന്നിട്ട് വൈൽ PTR ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. ഇതാണ് PTR. PTRന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഈ ഭാഗം. ഈ ഭാഗം നോട്ട് ഈക്വൽ ടു നൾ ആണോ? ആണ്. കാരണം എന്താ? അത് വേറൊരു നോഡിലേക്കാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ PTR ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട്. PTR സ്റ്റാർട്ട് എവിടേക്കാണോ പോയിന്റ് ചെയ്ത് അവിടേക്ക് PTR പോയിന്റ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു? വൈൽ PTR ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ മാത്രം വൈൽ ലൂപ്പിക്ക് കിടക്കും. സോ PTR ഓഫ് നെക്സ്റ്റ് പാർട്ട് ഇതാണ്. നോട്ട് ഈക്വൽ ടു നൾ ആണോ? നോട്ട് ഈക്വൽ ടു നൾ, ബിക്കോസ് ഇത് വേറൊരു നോഡിലേക്കാണ് പോയിന്റ് ചെയ്ത്, നള്ളിലേക്കല്ല പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം? ഈ കണ്ടീഷൻ ട്രൂ ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. വാട്ട് ഈസ് ദാറ്റ്? PTR ഈസ് ഈക്വൽ ടു PTR ഓഫ് നെക്സ്റ്റ്. PTR എന്ന് പറയുന്നത് ഇനി എങ്ങോട്ട് പോയിന്റ് ചെയ്യണം? PTRന്റെ നെക്സ്റ്റ് ഇതല്ലേ? PTR എന്ന് പറഞ്ഞത് ഈ ലൈനാണ്. അതിന് എന്താവണം? PTR ഓഫ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ലൈൻ ആട്ടോ. PTRന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ലൈൻ ആണ്. PTR ഇസ് ഈക്വൽ ടു PTR ഓഫ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ PTR ഇനി എവിടേക്ക് പോയിന്റ് ചെയ്യണം? PTRന്റെ നെക്സ്റ്റ് എവിടേക്കാണോ പോയിന്റ് ചെയ്ത് അവിടേക്ക് വേണം ഇനി PTR പോയിന്റ് ചെയ്യാൻ. ഇതല്ല. കിട്ടിയോ? ഞാൻ വീണ്ടും പറയാം. PTR ഈസ് ഈക്വൽ ടു PTR ഓഫ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ PTR എന്ന് പറയുന്നത് ഇവിടേക്കായിരുന്നു മുന്നേ പോയിന്റ് ചെയ്തത്, അവിടേക്കല്ല ഇനി പോയിന്റ് ചെയ്യേണ്ടത്. PTR ഓഫ് നെക്സ്റ്റ് എവിടേക്കാണോ പോയിന്റ് ചെയ്യണത് ഇവിടേക്കാണ് PTR ഓഫ് നെക്സ്റ്റ് പോയിന്റ് ചെയ്യുന്നത്, അവിടേക്ക് വേണം ഇനി PTR പോയിന്റ് ചെയ്യാൻ. സോ പോയിന്റർ ഇങ്ങോട്ട് നീങ്ങി. എന്താ ആക്ച്വലി ഉണ്ടാവുന്നത്? ട്രാവേഴ്സിംഗ് ആണ്. സോ PTR ആദ്യം ഫസ്റ്റ് നോഡിലേക്ക് എത്തി. ഇപ്പം നമ്മൾ PTRനെ നെക്സ്റ്റ് നോഡിലേക്ക് മൂവ് ചെയ്തു. അതിനുള്ള കോഡാണ് അൽഗോരിതം ഫോർ ട്രാവേഴ്സിംഗ് ലിങ്ക്ഡ് ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അപ്പോൾ ഒരു ലിമിറ്റേഷൻ എനിക്ക് തന്നെ തോന്നി. കാരണം സ്ക്രീനുമേയാണ് ഞാൻ വരച്ചിരുന്നത്. പിന്നെ ഞാൻ വൈറ്റ് ബോർഡ് എടുത്ത് വരച്ചാലും ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അത്ര നന്നായിരുന്നില്ല. കാരണം നമ്മൾ ഫിംഗർ കൊണ്ട് വരയ്ക്കുമ്പോൾ അത്ര ഒരു നീറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതേ സെയിം കോൺസെപ്റ്റ് ഇപ്പോൾ വൈറ്റ് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം ഈ കോഡ്. അപ്പം നമ്മുടെ PTR ഇപ്പോൾ എവിടേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്? ഈ ഭാഗത്തേക്കല്ല. PTR ഓഫ് നെക്സ്റ്റിലേക്ക് ഇവിടേക്ക് പോയിന്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇപ്പൊ നോക്ക്, ഇത് മുന്നത്തേന് വരച്ചതാണ്. സോ ഇവിടെ എന്താണ്? ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്തു, ട്രൂ ആയിരുന്നു. സോ അത് ട്രൂ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു, ഇത് എക്സിക്യൂട്ട് ചെയ്തു. വീണ്ടും കൺട്രോൾ ഇവിടേക്കാണ് വരിക, കാരണം ഇത് വൈൽ ലൂപ്പാണ്. സോ ദിസ് ഈസ് വൈൽ ലൂപ്പ്. വൈലിൽ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. ഇവിടെ ഇപ്പോൾ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് PTRനെ മൂവ് ചെയ്തു. അതിനുശേഷം വീണ്ടും കൺട്രോൾ ഇവിടേക്ക് വന്നു. എന്നിട്ട് ചെക്ക് ചെയ്യാണ് PTR ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. സോ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇതാണ് PTRന്റെ നെക്സ്റ്റ് പാർട്ട് ഇതാണ്. PTRന്റെ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ ആണോ? അല്ല. PTRന്റെ നെക്സ്റ്റ് നള്ളാണ്. ദാറ്റ് മീൻസ് ദാറ്റ് റീച്ച് ദ എൻഡ് ഓഫ് ദി ലിങ്ക്ഡ് ലിസ്റ്റ്. നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ അതാണ് ആ ലിങ്ക്ഡ് ലിസ്റ്റിലെ ലാസ്റ്റ് എലമെന്റ് എന്ന് അർത്ഥം. അതായത് ലാസ്റ്റ് എത്തി ന്യൂ നോഡിന് നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. അതാണ് അതിന്റെ മീനിങ്. കിട്ടിയോ?
സോ ഇവിടെ എത്തിയപ്പോൾ എന്തായി, രണ്ടാമത്തെ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ലൂപ്പിലത്തെ കണ്ടീഷൻ തെറ്റാണ്. സോ ഇവിടെ നിന്നും കൺട്രോൾ നേരെ ഇവിടോട്ട് പോയി. എന്താ ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞോളൂ, കോഡ് കാണാതെ പറയൂ. ഇവിടെ എത്തിയിട്ട് ഇനി നമ്മൾ എന്താ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? PTRന്റെ നെക്സ്റ്റ് എങ്ങോട്ട് കൊടുക്കണം? PTRന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ നോഡാക്കി കൊടുക്കണം. ന്യൂ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നള്ളാക്കി കൊടുക്കണം. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. PTRന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ നോഡ്, ന്യൂ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നള്ള്. അതാണ് ഇവിടെ കൂടെ നോക്കി നോക്കൂ. PTRന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ നോഡ്, ന്യൂ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നള്ള്. കണ്ടോ, ഡയഗ്രാം നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കോഡുകളൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം എന്ത് കോഡ് അവിടെ എഴുതേണ്ടി വരികയെന്ന്. ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഡയഗ്രാം ഇങ്ങനെ മാറി. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഭംഗിയിൽ എഴുതാം. സോ സ്റ്റാർട്ട് 10, 20, 30, null. സി, നമ്മുടെ ലിങ്ക് ലിസ്റ്റ് നോക്കൂ. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ഇറ്റ്? സ്റ്റാർട്ടിൽ ഇപ്പോൾ എത്ര നോട്ട്സ് ആയി? 10, 20, 30. 30 ലാസ്റ്റ് നോഡാണ്, നള്ളായി. ക്ലിയർ ആയോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ എൽസ് പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് പ്രിന്റ് എൻ്റർ ദ ഡാറ്റ. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ? -1 എൻ്റർ ചെയ്തു. മതി എനിക്ക് ക്രിയേറ്റ് ചെയ്തത്. സോ -1 എന്ന് പറഞ്ഞു. വൈലാണ് നേരെ മുകളിലേക്ക് പോയി ഇവിടെ എത്തി. എന്താ അത്? -1. -1 നോട്ട് ഈക്വൽ ടു -1 ആണോ? അല്ല. വൈ ലൂപ്പ് ഫോൾസ് ആയി. സോ വൈ ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്തു? നേരെ കൺട്രോൾ താഴത്തേക്ക് പോയിട്ട് വൈ ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള ഭാഗം എന്താ അത്? റിട്ടേൺ സ്റ്റാർട്ട്. എന്തതിൻ്റെ അർത്ഥം? ദിസ് ഈസ് എ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഇതെന്താ റിട്ടേൺ ചെയ്യണത്? സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ആളിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളെന്നൊന്ന് റീകളക്ട് ചെയ്യാണ്. ആ കേസ് 1 കേസ് 1 എന്താ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു? സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ക്രിയേറ്റ് ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാർട്ട്. ഇങ്ങനെയാണ് നമ്മൾ അവിടെ ആരെന്നെ വിളിക്കേണ്ടായിരുന്നത്. ഞാൻ അവിടെ പറഞ്ഞു ഇതാണ് ഫംഗ്ഷൻ കോൾ. ഇത് എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എവിടെയാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അവിടേക്ക് പോവും. അത്രയും ബ്ലോക്ക് ഓഫ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, തിരിച്ച് ഇവിടേക്ക് തന്നെ വരും എന്ന് പറഞ്ഞു. ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു സ്ട്രക്റ്റ് നോഡ് ടൈപ്പാണ്. ആ വാല്യൂ എവിടേക്ക് കൊടുക്കും? ഈ സ്റ്റാർട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യണത് സ്റ്റാർട്ടാണ്. ഈ സ്റ്റാർട്ടാണ് ഇവിടെ എത്തുന്നത്. ആ സ്റ്റാർട്ടാണ് ഇവിടെ ആ സ്റ്റാർട്ടാണ് ഇവിടുത്തെ സ്റ്റാർട്ടിലോട്ട് കൊടുക്കുന്നത്. സോ മെയിൻ പ്രോഗ്രാമിലെ സ്റ്റാർട്ടിലെ എന്ത് കിട്ടിയെന്ന് അർത്ഥം നോക്ക്, ഈ സ്റ്റാർട്ട് എത്തിയെന്ന് അർത്ഥം. ഞാൻ സ്റ്റാർട്ട് കൂടെ ട്രാവേഴ്സ് ചെയ്ത് അതിനെ 10, 20, 30 എത്താൻ പറ്റും. ഇതാണ് നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ലിങ്ക്ഡ് ലിസ്റ്റ്. സോ ക്രിയേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഇതിലുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.